കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. സ്ത്രീവിരുദ്ധ പരാമർശം വ്യാപകമായിട്ടുള്ള പരാതി വരുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രം അമ്മമാരുടെയോ അല്ലെങ്കിൽ മദറിലോയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മതി ചെയ്യാൻ പറഞ്ഞാൽ ശരിയായോ? നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വല് കണ്ടോ? വിഷ്വല് കണ്ടിട്ടാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിന്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും. അവർ പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാലോ, നിങ്ങളുടെയൊക്കെ അമ്മമാർ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയേക്കണം? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെന്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ? മക്കൾക്കെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ട് അത് കൊടുക്കണമെന്നാണ്. മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങള് മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണുള്ളത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണമെന്ന് പറയില്ലേ? നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാ, നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, വെയിറ്റ്, എൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എൻ്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? ഇല്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ പത്രസമ്മേളനം ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തന്നിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാം. പക്ഷേ നിങ്ങൾ ആ മര്യാദ നിങ്ങൾ കൂടി കാണി. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പം തന്നെ നടപടിയെടുത്തല്ലോ. എനിക്കാണ് കത്തയച്ചത്. അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തെറ്റായ ഒരു കാര്യമാണ് അവർക്കെതിരെ പ്രചരിപ്പിച്ചത്. അപ്പം തന്നെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ്? ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ എന്താ ഹൈക്കോടതിയിൽ പറഞ്ഞത്? ഇപ്പോൾ വന്ന കേസ് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. ആണല്ലോ? അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള 4 കേസുകൾ തള്ളിക്കളയണം ഹൈക്കോടതി. വഖഫ് ബോർഡ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമിച്ച വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതിയിൽ പോയി. എന്നിട്ട് അവരെ പ്രവർത്തനം ഫ്രീസ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് പറഞ്ഞു, സംസ്ഥാന സർക്കാർ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി അത് തള്ളിക്കളയാതെ അവരുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു എന്ന പ്ലീസ് നോ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേസ് തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു വന്ന പിന്നെ എന്താ അതിൻ്റെ അകത്ത് വിവാദം? രണ്ടാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യം, ഈ വഖഫ് ബോർഡ് LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തോളാം, ഈ 2 പേരെ കൂടി വെച്ചുകൊണ്ട്, അമുസ്ലിങ്ങളായ ആളുകളെ കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം. മൂന്നാമത് പറഞ്ഞൊരു കാര്യം അറിയാമോ? ഇത് പുതിയ സർക്കാർ അത് ചെയ്യാത്തത്, അത് പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഈ 2 അമുസ്ലിങ്ങളെ വെക്കാത്തത് എന്നാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇത് കൂടി കേട്ടോ. കഴിഞ്ഞ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 ഡിസംബർ 24 തീയതി കഴിഞ്ഞു. സാധാരണഗതിയിൽ കാലാവധി കഴിയും മുമ്പ് തന്നെ അത് പുനഃസംഘടന നടപടി തുടങ്ങും. 4 മാസത്തിനകം ബോർഡ് വരുമെന്ന് 29/11/24 സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 24 വർഷത്തിൽ പുതിയ ബോർഡ് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് നിലനിൽക്കുമായിരുന്നു. സർക്കാർ ചെയ്തെന്താ? ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. ഭേദഗതി വന്നത് 8/4/2025 4 മാസം. അത് കഴിഞ്ഞിട്ട് പുതിയ ബോർഡിന് രൂപം നൽകിയത് 4/2/26 അപ്പോൾ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. മനസ്സിലായില്ലേ? അത് പ്രതിപക്ഷ അംഗങ്ങൾ പല രീതിയിൽ ബോർഡ് രൂപീകരിച്ചാൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് സർക്കാർ ആ തീരുമാനം വൈകിപ്പിച്ചത്. ആ തീരുമാനമാണ് ഇതിൻ്റെ മുഴുവൻ കാര്യം. പിന്നെ ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി തിരിച്ചയച്ചല്ലോ, ഇവിടെ തിരിച്ചയച്ചപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ സെക്ഷൻ 14 ഇടപെട്ടില്ല. അതായത് മിനിമം അംഗങ്ങൾ, അമുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ആക്കി. ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് മിനിമം എന്നുള്ള, അല്ല മാക്സിമം എന്നുള്ളത് 3 ആക്കി. മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 ആക്കി. മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്.